ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള വിശേഷങ്ങളാട്ടോ. അപ്പോൾ ഉച്ചയ്ക്കിലേക്ക് കറി വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു കഷ്ണം തക്കാളിയും കുമ്പളങ്ങയും മാങ്ങയും പച്ചമുളകും വേപ്പിലയും എല്ലാം അരിഞ്ഞ് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് ഉപ്പിട്ട് വേവിക്കാനായിട്ട് വെച്ചതാട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി അരച്ചു കൂട്ടിയിട്ടുള്ളൊരു കറി. അപ്പോൾ ചക്കക്കുരുവും കുറേ ഇരിക്കുന്നുണ്ട്. എന്നാൽ അതിൻ്റെ കൂടെ കുറച്ച് ചക്കക്കുരുവും കൂടി വേവിച്ച് ചേർത്തിട്ടുണ്ട്. അപ്പോൾ കൊഴുപ്പിന് ചക്കക്കുരു ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇനി തേങ്ങയൊക്കെ അരച്ച് ഈ ചക്കക്കുരുവും ഈ പറഞ്ഞ കഷ്ണങ്ങളെല്ലാം കൂടി കൂട്ടി അരച്ചു കൂട്ടിയിട്ടൊരു കറി കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇങ്ങനത്തെ കറികൾ കൂട്ടി ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചക്കക്കുരു മാങ്ങയും മാത്രം വെച്ചും ചെയ്യാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഈ പച്ചക്കറികളൊക്കെ ഇരുന്നുകൊണ്ട് അതും ഇട്ട് കൊടുത്തതാണ്. പിന്നെ നമ്മൾ ചക്കക്കുരും ചെമ്മീനും മാങ്ങയൊക്കെ വെച്ചിട്ട് വേറൊരു കറി വയ്ക്കും കേട്ടോ. അതിന് വേറെ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ പല രീതിയിൽ നമുക്ക് ചക്കക്കുരു കറി വയ്ക്കാം. അങ്ങനെ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നപ്പോൾ ഞാൻ അതിലേക്ക് വേവിച്ച ചക്കക്കുരു ഇട്ട് കൊടുത്തു. പിന്നെ അതും എല്ലാം അരപ്പൊക്കെ ആയിട്ടൊന്ന് മിക്സായി വന്നപ്പോൾ തേങ്ങ അരച്ചൊഴിച്ചു കേട്ടോ. അപ്പോൾ ഈ തേങ്ങയുടെ കൂടെ ഒരു ഉള്ളിയും ഒരു പേരിന് ഒരു 4-5 ജീരകവും കൂടി അരച്ച് ചേർത്തിട്ടുണ്ട്. അത്ര അതിൻ്റെ കൂടെ അരച്ചിട്ടുള്ളൂ. പിന്നെ അരപ്പൊക്കെ തിളച്ച് വരുമ്പോൾ കടുക് വറുത്തും കൂടി ഇട്ടാൽ അടിപൊളി കറിയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാനിപ്പോൾ മുള്ളാത്തെടുത്ത് വെച്ചത് കാണിച്ചില്ലേ, അപ്പോൾ അത് കുറേ ദിവസമായിട്ട് ഇവിടെ ഇരിക്കട്ടെ. ഞാൻ പെരുന്നാളിന് വീട്ടിൽ പോയി വന്നപ്പോൾ ആ വീഡിയോയിൽ ഞാൻ കാണിച്ചായിരുന്നു. വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന മുള്ളാത്തിയായിരുന്നത്. അപ്പോൾ അത് ഇത്രയും ദിവസമായി ഇതുവരെ അത് പഴുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇനി ഇത് ഇരുന്നാലും എന്തായാലും പഴുക്കില്ല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇതെന്തോ കേട് ഉള്ള മുള്ളാത്തിയാന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് അത് പഴുക്കാത്തത് കണ്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ തോലൊക്കെ നല്ല ഹാർഡാട്ടോ ഇതിൻ്റെ തോലും. ഇതിനകത്താണെങ്കിൽ നിറയെ കുരുകളാണ്. ഇപ്പോൾ നോക്കുമ്പോൾ അവിടെ ഇവിടെ ഒരേ കുരുവാണ് നമുക്ക് കാണാനുള്ളൂ. പക്ഷേ ഇതിങ്ങനെ മുറിക്കുന്നതിനനുസരിച്ച് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ കുരുകൾ വരും കേട്ടോ. അപ്പോൾ ഈ കുരുവിൻ്റെ കളർ കണ്ടോ, ഇതിങ്ങനെ ഒരു കാപ്പി കളറിലാണ് ഇരിക്കണത്. ശരിക്കും നല്ല മൂത്ത മുള്ളാത്തയുടെ കുരുക്കളാണെങ്കിൽ നല്ല കറുത്തിരിക്കും കേട്ടോ. നമ്മുടെ സീതപ്പഴത്തിൻ്റെയും ആത്തച്ചക്കയുടെയൊക്കെ അകത്തിരിക്കണ കുരു പോലെ തന്നെ നല്ല കറുത്ത കളറായിരിക്കും. അപ്പോൾ ഇത് എന്തോ കേടുണ്ട്, അതുകൊണ്ടാണ് ഈ കളറിൽ കുരു ഇരിക്കുന്നത്. അപ്പോൾ ഇത് ഇരുന്നാലും എന്തായാലും ഇത് പഴുക്കില്ല. പിന്നെ ഇതിവിടെ ഇരുന്ന് കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് നമുക്കതുകൊണ്ട് തോരൻ വയ്ക്കാൻ പറ്റും. അപ്പോൾ അത് തോരൻ വയ്ക്കാൻ വേണ്ടി ഞാൻ അരിഞ്ഞെടുക്കണേ കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച പോലെ ഇങ്ങനെ ക്യാബേജൊക്കെ നമ്മൾ കൊത്തി അരിഞ്ഞെടുക്കൂലേ, അതുപോലെ അരിഞ്ഞെടുക്കാം. അതല്ലെങ്കിൽ കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് അരിഞ്ഞെടുക്കാം. ഞാനിപ്പോൾ കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ടാണ് അരിഞ്ഞെടുത്തേട്ടോ. അപ്പോൾ ഇതിനകത്താണെങ്കിൽ കുറേ കേടുണ്ടായി, കറുത്ത കുത്ത് അവിടെ ഇവിടെയൊക്കെ ഉണ്ടായി. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ചെത്തി കളഞ്ഞ് അതിൻ്റെ കടഭാഗത്തും നന്നായിട്ട് കറുത്തുണ്ടായി. അപ്പോൾ അതൊക്കെ ചെത്തി നല്ല വൈറ്റ് കളറുള്ള പോർഷൻ മാത്രമായിട്ട് ഞാൻ എടുത്തുള്ളൂ. അപ്പോൾ ഇനി അത് തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ട് ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞപ്പോൾ സവാളയും പച്ചമുളകും ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ടിട്ടാട്ടോ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടുണ്ടായി, വേപ്പിലയും. എന്നിട്ട് അത് ഒന്ന് മൂത്ത് വന്നപ്പോൾ ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള മുള്ളാത്ത ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവിടെ ഇതിന് മുള്ളാത്ത, മുള്ളൻചക്ക എന്നൊക്കെയാട്ടോ പറയണേ. ഇനി ഇതിന് വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇത് പഴുത്തിട്ട് കഴിക്കണ ഒരു ഫ്രൂട്ടാണ്, നല്ല ടേസ്റ്റാണ്. ഇത് പഴുത്ത് കഴിയുമ്പോൾ കുറച്ച് പുളിപ്പും മധുരവും കൂടി ചേർന്നായിട്ട് തന്നെ. അപ്പോൾ അത് ഷെയ്ക്ക് അടിക്കാനൊക്കെ നല്ലതാണ്. അപ്പോൾ ഇത് പച്ച വെച്ചിട്ട് നമുക്ക് കറി വയ്ക്കുകയോ തോരൻ വയ്ക്കുകയോ ഒക്കെ അതും ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പച്ച കറി വയ്ക്കുമ്പോൾ നമ്മൾ ഡയറക്റ്റ് മരത്തിൽ നിന്ന് പൊട്ടിച്ച പാകത്തിന് കറി വെച്ചെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇതിപ്പോൾ കുറേ ദിവസം ഇരുന്നതാണ്, പഴുക്കാൻ വേണ്ടി ഞാൻ വെച്ചതാണ്, പക്ഷെ പഴുത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇത് തോരൻ വെച്ച് കഴിഞ്ഞപ്പോൾ ചെറിയൊരു കയ്പ്പുണ്ടായി. പക്ഷേ അടിപൊളി ടേസ്റ്റായിരുന്നു, പക്ഷേ നേരെ ഒരു കയ്പ്പുണ്ടായിട്ടോ. അപ്പോൾ നമ്മളത് ചോറിൻ്റെ കൂടെ വേറെ കറികളൊക്കെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ അതറിയില്ല. അതല്ലാതെ നമുക്കിത് തോരൻ മാത്രമായിട്ട് നമുക്ക് സാധാരണ മുള്ളാത്ത തോരൻ വെച്ചിട്ട് ചായയുടെ കൂടെയും കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിന് കയ്പ്പൊന്നും ഉണ്ടാവില്ല. ഇതിപ്പോൾ കുറച്ച് ദിവസം ഇരുന്നുകൊണ്ടാന്ന് തോന്നുന്നു. അങ്ങനെ കഷ്ണങ്ങളൊക്കെ വേവായി വന്നപ്പോൾ ഉപ്പ് ഇട്ടിട്ട് അടച്ച് വേവിക്കാൻ വെച്ചു. വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ, ഇതിൽ നിന്ന് തന്നെ വെള്ളമുണ്ട്. ആവിയിൽ ചെറിയ തീയിലിട്ട് വേവിച്ചാൽ മതി. എന്നിട്ട് അത് നന്നായിട്ട് വേവായി വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ആവശ്യത്തിന് തേങ്ങയും കൂടി ഇട്ട് മിക്സ് ചെയ്തെടുത്താൽ അടിപൊളി തോരനാണ്. അങ്ങനെ മുള്ളാത്ത തോരനൊക്കെ റെഡി ആയിട്ടോ. മുള്ളാത്തക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇത് ആൻറ്റി ക്യാൻസറസ് ആണ്. ഇതിൻ്റെ ഇലകൾ ഉൾപ്പെടെ ഔഷധ ഗുണമാണ്. ഇലയിട്ട് വെള്ളം തിളപ്പിച്ചൊക്കെ ആളുകൾ കുടിക്കാറുണ്ട്. മുള്ളാത്തയുടെ ഫ്രൂട്ട് അതിനേക്കാളും ഗുണമാണ്, പച്ചയ്ക്കും കഴിക്കാം. അപ്പോൾ ഈ ക്യാൻസർ പേഷ്യൻസൊക്കെ ഇത് എവിടെയാ അന്വേഷിച്ച് വന്ന് കൊണ്ടുപോകാറുണ്ട് കേട്ടോ. ഇവിടെ അടുത്തൊരു വീട്ടിൽ നിന്ന് ഇലയൊക്കെ പറിക്കാനായിട്ട് ആളുകൾ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ആ മുള്ളാത്ത കളയാതെ ഞാനത് തോരനാക്കി എടുത്തു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഇതിപ്പോൾ വൈകുന്നേരത്തെ വിശേഷങ്ങളാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനൊക്കെ ഒന്ന് പോയായിരുന്നു. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ മാമ്പഴം വാങ്ങിയിട്ട് വന്നു. അപ്പോൾ ഇന്നൊക്കെ നല്ല ചൂടാണ്, അതുകൊണ്ട് ഇന്ന് ചായ വേണ്ട, ഷെയ്ക്ക് അടിച്ചു കൊടുക്കാൻ പറഞ്ഞു കേട്ടോ കുട്ടികൾ. അപ്പോൾ ഞാൻ പാല് കാച്ചി
തിളപ്പിച്ചിട്ട് ഐസാവാൻ ചൂടാറിയതിന് ശേഷം ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായി. അപ്പോൾ അതെടുത്തിട്ട് മാങ്ങ അരിഞ്ഞിട്ടിട്ട് പഞ്ചസാരയും ആവശ്യത്തിന് ഐസും ഒക്കെ ഇട്ടിട്ട് ഷെയ്ക്ക് അടിക്കുക കേട്ടോ. ഷെയ്ക്ക് അടിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വന്നപ്പോൾ വാങ്ങിയിട്ട് വന്നതാണ് ഈ പപ്സും. പപ്സിനകത്ത് 2 ടൈപ്പ് പപ്സ്, ഒരു ചിക്കൻ പപ്സും വാങ്ങി, 3 മുട്ട പപ്സും വാങ്ങിയിട്ട്. അപ്പോൾ അതും ഉണ്ട്. അങ്ങനെ പിന്നെ ഷെയ്ക്ക് കടിച്ചു കുടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ കൊണ്ടുവന്നതാട്ടോ ഈ പപ്സൊക്കെ. അങ്ങനെ ഷെയ്ക്കൊക്കെ അടിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ചൂട് കാലത്ത് നല്ല ടേസ്റ്റായിട്ട് ഇങ്ങനെ ഷെയ്ക്ക് അടിച്ച് കുടിക്കുകയാണെങ്കിൽ, ഇത് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ജ്യൂസ് പോലെ ആക്കി എടുക്കാം. പക്ഷേ അതിനേക്കാളും ടേസ്റ്റാണ് ഇങ്ങനെ അടിച്ചിട്ട് നല്ല കട്ടിയാക്കിയിട്ട്. ഇത് ഫ്രീസറിൽ വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ ഐസ്ക്രീം പോലെ തന്നെ ഇരിക്കും. നമുക്ക് സ്പൂണും കൊണ്ട് കോരി കുടിക്കാനും പറ്റും. കുട്ടികൾക്കൊക്കെ ഇപ്പോൾ വെക്കേഷനല്ലേ, ഇപ്പോൾ ആണെങ്കിൽ മാമ്പഴത്തിൻ്റെ സീസണുമാണ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ എല്ലാവർക്കും നല്ല ഇഷ്ടമാവും കേട്ടോ മക്കൾക്കൊക്കെ. അങ്ങനെ നമ്മുടെ ഷെയ്ക്കൊക്കെ റെഡി ആയിട്ടുണ്ട്. അതൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ എല്ലായിടത്തും വെക്കേഷനല്ലേ, കുട്ടികളും എല്ലാവരും വീട്ടിലുള്ള സമയമാണ്. അപ്പോൾ മാങ്ങ വെച്ചിട്ട് ഷെയ്ക്കോ ഐസ്ക്രീമോ ജ്യൂസോ ഒക്കെ ഉണ്ടാക്കാം. പിന്നെ ആണെങ്കിൽ മാമ്പഴം പുളിശ്ശേരിയുടെ സമയമാണ്. മാമ്പഴം പുളിശ്ശേരി വയ്ക്കുക. അപ്പോൾ ഞാനിന്ന് വാങ്ങിയിട്ട് വന്നത് മൂവാണ്ടൻ മാങ്ങ കേട്ടോ. അത് കടയിൽ നിന്ന് വാങ്ങിയിട്ട് വന്നതാണ്, ഇവിടെ ഉണ്ടായതൊന്നുമല്ല. അപ്പോൾ അത് ആണ് ഞാൻ ഷെയ്ക്ക് അടിച്ചത്. നല്ല പ്ലിയൂര് മാങ്ങയൊക്കെ ആണെങ്കിൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ.